അതിന് പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ SCRT സ്കൂൾ ടെക്സ്റ്റ്, യൂട്യൂബ് ക്ലാസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ ഈ യൂട്യൂബ് ക്ലാസ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന കമ്പൈൻ സ്റ്റഡി, അതുപോലെ ക്ലാസ് റൂം, ഇതൊക്കെ ആയിട്ട് മാറ്റാം. എന്നാലും ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കും പ്രാക്ടീസും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാത്രമേ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യന്റെ രീതികൾ എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അത് അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ കാര്യം സിമ്പിൾ ആയിട്ട് നടക്കുള്ളൂ. പിന്നെ ഉള്ളതാണ് എന്ത്, ഈ പറയുന്ന SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. ഇത് പല ആളുകളും പറയാറുണ്ട് 5ാം ക്ലാസ് മുതൽ, അതായത് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ടെക്സ്റ്റുകളും നല്ല വൃത്തിക്ക്, സോഷ്യലും അതുപോലെ തന്നെ ബാക്കി ക്ലാസ്സുകളൊക്കെ, ബാക്കി വിഷയങ്ങളൊക്കെ ഇതുപോലെ ടെക്സ്റ്റ് സംഘടിപ്പിച്ച് പഠിക്കണം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഈ പറയുന്ന ഇത്രയും ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ഈ 5 to 10 മാറ്റി ഒരു 8 to 12, അതായത് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് വായിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ LD പോലൊക്കെയുള്ള എക്സാമിനെ നമ്മൾ വെറും 10ാം ക്ലാസ് വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു +1, +2 ഇതിലുള്ള ഈ പൊളിറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ്, പൊളിറ്റിക്സിന്റെ ടെക്സ്റ്റ്, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ ടെക്സ്റ്റ്, ഈ പറയുന്ന ക്ലാസ്സുകളിലെ ചില കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പൊതുവെ ആളുകൾ അങ്ങനെ വല്ലാതെ, അല്ലെങ്കിൽ ഒരുവിധം ആളുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട കാര്യങ്ങളാണെന്ത്, ഈ പറയുന്ന +2 ടെക്സ്റ്റിലെ പൊളിറ്റിക്സിൽ നിന്നും അതുപോലെ എക്കണോമിക്സിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ LDCക്ക് വരെ